ഏഴാം ക്ലാസ്സിലെ CM കിഡ്സ് UP പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കുറച്ച് അധ്യാപക സംഘടനകൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ നമ്മളൊരു വീഡിയോയിൽ KSTU എന്ന അധ്യാപക സംഘടന നടത്തിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിചയപ്പെട്ടു. ഇത് മറ്റൊരു മോഡൽ പരീക്ഷയാണ്. ഇത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന KSTA എന്ന അധ്യാപക സംഘടന നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചോദ്യപേപ്പർ ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നോക്കൂ, അതോ തഥ്യേഭ്യ ഗണേഭ്യ ഉചിതം ഗണം ചിത്വാരികതു. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് ഉചിതമായ ഗണം തിരഞ്ഞെടുത്ത് എഴുതുക എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഗ്രൂപ്പ് എടുത്ത് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കൂ. മാർജാരഹ മൂഷകഹ, എന്താണ്? പൂച്ചയും എലിയും ഒന്നല്ല എന്നറിയാം. സാരമേയ മയൂരഹ. സാരമേയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതെ, സാരമേയ എന്ന് പറഞ്ഞാൽ ഒരു നായയാണ് നമ്മൾ പറയുന്നത്. നായയും മയൂരഹ മയിൽ. അപ്പോൾ അതുമല്ല, മാഷത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സചിവഹ രാജ. സചിവഹ എന്ന് വെച്ചാൽ എന്താണ്? മന്ത്രിയാണ്. രാജ എന്ന് വെച്ചാൽ രാജാവാണ്. അത് മൂന്നും തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഉത്തരം ഏതാണെന്ന് ഉറപ്പിക്കാം. ഡി, സഹജഹ സോദരഹ. നമ്മുടെ നാലാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സുഭാഷിതങ്ങളുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിൽ നിന്നാണ് സഹജഹ സോദരഹ, അല്ലേ? അപ്പോൾ ഡി വലിയ കുഴപ്പമില്ലാത്തൊരു ചോദ്യമാണ്. അടുത്ത് നോക്കൂ. അധോദത്ത പട്ടികാം പഠിത്വ ഉചിതം ഗണം ചിത്വാരികതു. വീണ്ടും ശ്രദ്ധിക്കണം, ഉചിതമായ ഗ്രൂപ്പ് എടുത്ത് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാഫ് ഇയറിലേക്കും ക്വാർട്ടറിലേക്കൊക്കെ വന്ന പോലെ തന്നെ K3, K2 എന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമുക്ക് തന്നെ എന്ത് ചെയ്യണം? ശരിക്കുള്ള ഉത്തരങ്ങളൊന്ന് എഴുതി വെക്കണം. സത്യമേവ ജയതേ എന്നുള്ളത് എന്തിൻ്റെ ധ്യേയവാക്യമാണ്? നോക്കൂ. കേരള രക്ഷി പുരുഷ, അതായത് കേരള പോലീസ്, ഭാരത സർവകാര, ഭാരത് സർക്കാർ, ദൂരദർശനത്തിൻ്റെയാണ്. സത്യമേവ ജയതേ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്, അല്ലേ? ഏതാണ്? പറഞ്ഞോളൂ. അപ്പോൾ ഭാരത സർക്കാർ ഇതാണ്. അപ്പോൾ ഇതാണ് സത്യമേവ ജയതേ, ഭാരത സർക്കാരാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ കായിന് ചേരുന്ന സംഭവം 2 ആണ്. അപ്പോൾ ഇവിടെ എഴുതുക K2 എന്ന് എഴുതി വയ്ക്കുക. K2 എന്ന് എഴുതി വെച്ച ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, ഇവിടെ K3 ആണ്. ഇതല്ല എന്ന് മനസ്സിലായി. K1 ഇതല്ല എന്ന് മനസ്സിലായി. വീണ്ടും K2. അപ്പോൾ ഇതാകാം ഡി, K3. അപ്പോൾ K2 എന്നുള്ള ഉത്തരം വരുന്നത് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള 2 ഉത്തരം അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം? ഈ K2 എന്ന ഉത്തരം മാർക്ക് ചെയ്യാം. പക്ഷെ പറഞ്ഞെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. അത്തരത്തിൽ നമ്മൾ ഇനി ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അത്തരത്തിലുള്ള ഏത് ചോദ്യമാണ് ഉള്ളത്, അത്തരത്തിലുള്ള ഉത്തരത്തിൽ ഏതെങ്കിലും ഉത്തരങ്ങൾ വന്നിട്ടുണ്ടോ? K2 എന്ന ഉത്തരം ഏതിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ആദ്യം നോക്കിയത്. അപ്പോൾ C എന്നതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഏതിലും K2 എന്നുള്ളത് വന്നിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ K2 എന്ന് വന്ന ഈ C എന്ന ഉത്തരം തന്നെയാണ് ഉചിതമായ ഗണം എന്നുള്ളത് നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ സമയം ഒരുപാട് കളയണ്ട. ഇതിൻ്റെ ഉത്തരമൊന്നും കണ്ടുപിടിച്ച് സത്യം ശിവം സുന്ദരൻ ദൂരദർശനത്തെയാണ്, മൃദുഭാവി ദൃഢകൃത്യയെ കേരള രക്ഷി പുരുഷ സേനയുടെയാണ് എന്നൊക്കെ അറിയാം. എങ്കിലും ഈ എളുപ്പമുള്ള സത്യമേവ ജയതേ വന്നതുകൊണ്ട് ആ ഉത്തരം, ആ ഒരു സെറ്റ് വരുന്ന ഒരൊറ്റ ഉത്തരം C മാത്രമാണ് എന്നുള്ളത് കൊണ്ടും മറ്റുത്തരങ്ങൾ അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസേഴ്സ് എഴുതാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇനി ഉദാഹരണത്തിന് ഇവിടെ K2 ഇവിടെ 2 തന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ 2 മാത്രം എന്ത് ചെയ്താൽ മതിയാവും? ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ A, B എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നോക്കൂ. അധസ്താത് സാധു ഉത്തരം കിമിതി ലിഖത. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ഏതു എന്നാണ് ചോദിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? രാമായണസ നാമാന്തരം ഭവതി 24 സഹസ്രീ. രാമായണത്തിൻ്റെ ശരിയായിട്ട് മറ്റൊരു പേരാണ് 24 സഹസ്രീ. അത് ശരിയായിട്ടുള്ളൊരു ഉത്തരവാണ്, അല്ലേ? സംഭവമാണ്. അടുത്തതോ ജടായോഹോ ഭ്രാതുഹു നാമ സമ്പാദിഹി. ജടായുവിൻ്റെ സഹോദരൻ്റെ പേരാണ് സമ്പാദി. രണ്ടും ശരിയാണ്, അല്ലേ? രാമായണത്തിൻ്റെ മറ്റൊരു പേരാണ് 24 സഹസ്രീ. ജടായുവിൻ്റെ സഹോദരൻ്റെ പേരാണ് സമ്പാദി. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം.
1 സാധു 2 അസാധു, 1 ശരി 2 തെറ്റ് ആണോ? അല്ല, 1 2 സാധു, 1 2 ശരിയാണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റു ഓപ്ഷൻസ് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ബി എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക, അല്ല ബബിൾ ചെയ്യുക. ഇനി അടുത്ത് ശ്രദ്ധിക്കൂ, അനുചിതം ഗണം ചിത്വാ ലിഖതു. തെറ്റായ ഗ്രൂപ്പ് ഏതാ വെച്ചാൽ അടുത്ത് എഴുതുക എന്നുള്ള പറഞ്ഞാൽ. തെറ്റായ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ മുഴുവൻ വായിച്ചു നോക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് എന്തറിയണം, ഇവിടെ വിഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പാഠഭാഗത്തിലെ വിഗ്രഹങ്ങളെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വിഗ്രഹങ്ങൾ കൃത്യമായി പഠിക്കുക. പാതും ഇച്ഛ ബുഭുക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്ക് ബുഭുക്ഷ എന്നുള്ളതിൻ്റെ മറ്റേ വിഗ്രഹം എന്താണ്? ഭോക്തും ഇച്ഛ, കഴിക്കുവാനുള്ള ആഗ്രഹം. വിശപ്പ് എന്നുള്ളതാണ്. പാതും ഇച്ഛ കുടിക്കുവാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ എ ആണ് തെറ്റ് എന്നുള്ളത് മനസ്സിലായി. ഇത് മാഷ്ക്ക് ഇത് അറിയുന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം വായിച്ച് നോക്കിയിട്ട് വേണ്ടി വരും. മാത്രമല്ല ഇത് അറിയുകയും വേണം. ഹൃദയാർത്ഥ ക്ഷുധാർത്ഥ കപടസ്യ ഭാവ കാപട്യം ജ്ഞാതം ഇച്ഛാ ജിജ്ഞാസ. ഇനി മറ്റൊരു വഴി നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ കറക്കി കുത്താൻ, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ കറക്കി കുത്താൻ സാധിക്കും. അപ്പോൾ നോക്കൂ, ക്ഷുധയാർത്ഥ ക്ഷുധാർത്ഥ വന്നിട്ട് കപടസ്യ ഭാവ കാപട്യം ജ്ഞാതം ഇച്ഛാ ജിജ്ഞാസ. വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നുന്നത്. ഉത്തരം അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്, പഠിച്ചവർക്ക് എളുപ്പത്തിൽ ഏത് തന്നെയാണെന്ന് കണ്ടുപിടിക്കാം. അല്ലാത്തവർ ഈ ഒരു രീതി കൂടി എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, വീണ്ടും പറഞ്ഞിരിക്കണം. അടുത്ത് നോക്കൂ, അനുചിതം ഗണം ചിത്വാ ലിഖതു. അനുചിതമായ ഗ്രൂപ്പ് കണ്ടെത്തി എഴുതുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ലട്ട് ഭവേത്. ലട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വർത്തമാനകാലമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലട്ട് എന്ന് പറയുന്നത് വർത്തമാനകാലം. അതിനെന്താ പറയുക? ആകുന്നു, വരുന്നു എന്നൊക്കെയാണ് പറയുക. അതിനെന്താണ് വരേണ്ടിയിരുന്നത്? ഭവതി എന്നാണ് വരേണ്ടിയിരുന്നത്. അതിന് പകരം ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഭവേത്, ആകും എന്നതാണ് വന്നിരിക്കുന്നത്. അതെന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതാണ്? എ ആണ് തെറ്റുത്തരം, അനുചിതമായ ആണ്. അപ്പോൾ എ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അനുചിതമായത് എന്നുള്ളത് ടിക്ക് ചെയ്യേണ്ടത്. ബി ലോട്ട് അഭവതു വന്നിട്ടുണ്ട്, ലങ് അഭവത് വന്നിട്ടുണ്ട്, ലിട്ട് ഭവിഷ്യതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ ലെട്ട്, ലങ്, ലിട്ട് തുടങ്ങിയ വാക്കുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി പഠിക്കണം. 7ാമത്തെ 8ാമത്തെ പാഠത്തിലൊക്കെ ഈ ഒരു കൃത്യമായിട്ട് ലെട്ട്, ലങ്, ലോട്ടൊക്കെ വരുന്നുണ്ട്. അഹം അദ്യ ഗമിഷ്യാമി, അഹം ശ്വഹ, ക്ഷമിക്കണം, അഹം ഹ്യഹ പാഠം പഠത്, അവിടെ ലെട്ട് പ്രയോഗിച്ചു. ഇന്നലെ പഠിച്ചു. അദ്യഹം പാഠം പഠാമി, ഇന്ന് ഞാൻ പാഠം പഠിക്കുന്നു. ഒരു പാഠത്തിൽ പഠിക്കുന്നുണ്ട് നമ്മൾ, 7ാമത്തെ പാഠത്തിലും 8ാമത്തെ പാഠത്തിലും പഠിക്കുന്നുണ്ട്. അദ്യ ഹ്യഹ അഹം ഹ്യഹ ബാലിക സംസ്കൃതം അപ്പട്ടത്, ഇന്നലെ കുട്ടി സംസ്കൃതം പഠിച്ചു. ഇന്നലെ ആയതുകൊണ്ട് ലങ്ങാണ് വരിക, അപ്പട്ടത്. അദ്യ ബാലിക സംസ്കൃതം പഠതി, ഇന്ന് കുട്ടി സംസ്കൃതം പഠിക്കുന്നു. ഇന്ന് എന്നുള്ളത് വർത്തമാനകാലമാണ്. അപ്പോൾ പഠതി എന്നുള്ള ലിട്ട് പ്രയോഗിച്ചു. ശ്വഹ, നാളെ വിദ്യാർത്ഥി സംസ്കൃതം പഠിഷ്യതി, നാളെ സംസ്കൃതം പഠിക്കും. അത് ഭാവികാലം. അപ്പോൾ ആ രീതിയിൽ ലെട്ട്, ലങ്, ലോട്ട് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ അറിയണം. എന്നാൽ മാത്രമേ ഇവിടെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അടുത്ത് നോക്കൂ, അനുചിതം ഗണം ചിത്വാ ലിഖതു. അനുചിതമായ ഗ്രൂപ്പ് എടുത്ത് എഴുതുക. വീണ്ടും ആദ്യത്തെ 3 ഉചിതമായിരുന്നു, അടുത്ത 3 അനുചിതമാണ്. ത്വാന്തം ഭൂത്വ, അവിടെ തന്നെ തെറ്റിയില്ലേ? അനുചിതമായ ഗ്രൂപ്പ് ത്വാന്തം ഭൂത്വ, ത്വാന്തം ലബന്ധം തുമ്മനന്തമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ത്വാന്തം നമുക്കറിയാം, ത്വാ വെച്ച് അവസാനിക്കുന്ന, ലബന്ധം യാ വെച്ച് അവസാനിക്കുന്നതും, തുമ്മനന്തം എന്ന് പറയും തും വെച്ച് അവസാനിക്കണം, തും എന്ന് വെച്ച് അവസാനിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്നായിട്ട് നോക്കാം. ത്വാന്തം ഭൂത്വ ശരിയാണ്, ലബന്ധം പരിപാല്യ ശരിയാണ്, തുമ്മനന്തം പാത്തു. നമുക്ക് വേണ്ടത് അനുചിതമായതാണ്. അടുത്ത് നോക്കൂ, ത്വാന്തം ഗത്വാ, ലബന്ധം ജ്ഞാത്തും. നോക്കിയേ, ലബന്ധം യാ വെച്ച് അവസാനിക്കുന്നതല്ല, എന്ത് ജ്ഞാത്തും എന്നുള്ളത് എന്താണ്? തുമുന്നന്താണ്. മാത്രമല്ല ഇവിടെ തുമുന്നന്തം എന്താ വന്നിരിക്കണം? മത്വ. അതെന്താണ്? മത്വ എന്നുള്ളത് ത്വാന്ത പദമാണ്. അപ്പോൾ അനുചിതമായ ഗ്രൂപ്പ് ഏതാണ്? ബി ആണ് അല്ലേ? ബാക്കി നോക്കിയേ, ത്വാന്തം പഠിത്വ, ലബന്ധം പരിത്യജ്യ, തുമുന്നന്തം സ്വോഢും, ത്വാന്തം ദൃഷ്ട്വ, ലബന്ധം ആശ്രിത്യ, തുമുന്നന്തം ദ്രഷ്ടും. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ്. ഈ ത്വാന്തം ഇവിടെ ശരിയാണെങ്കിൽ പോലും ലബന്ധവും തുമുന്നന്തവും തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബി ആണ് അനുചിതമായ ഗ്രൂപ്പ്. ഓക്കെ, ഈ രീതിയിലൊക്കെ കണ്ടുപിടിക്കണം. അടുത്ത് നോക്കിയേ, ഉചിതം പദച്ഛേദം ചിത്വാ ലിഖതു. ഉചിതമായ പദച്ഛേദം എടുത്ത് എഴുതുക. ഗ്രാമസ്തത്ര എന്താ പറയുന്നത്? ഗ്രാമഹ സ്തത്ര തെറ്റാണ്. ഗ്രാമഹ പ്ലസ് തത്രയാണെന്ത്? ഗ്രാമസ്തത്ര. നൈതാവത, അപ്പോൾ എന്തെന്താണ്? നൈതാവത എന്നാണ് വന്നിരിക്കുന്നത്, അതും തെറ്റാണ്. ന ഏതാവത എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? ശരിയാക്കട്ടെ. തന്നാമ, അതെന്ത് വരണം? തത് പ്ലസ് നാമ എന്ന് വരണം.
അതിന് പകരം എന്താ വന്നിരിക്കുന്നത്? ആ സോറി, തത് പ്ലസ് നാമ ശരിയാണ് അല്ലേ? സി എന്നുള്ളത് ശരിയാണ്. തന്നാമ, തത് പ്ലസ് നാമ. ഇത്യാദീനി ഇത്യാ പ്ലസ് ആദീനി അല്ല, തെറ്റാണ്. ഇതി പ്ലസ് ആദീനിയാണ് ഇത്യാദീനി. അപ്പോൾ തന്നാമ എന്നുള്ളതാണ് എന്ത് ശരി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ പദച്ഛേദങ്ങൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഭ്രാതൃശബ്ദസ്യ ഷഷ്ടി ഏകവചന രൂപം കിം? നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. അത് ഉത്തരം ഭ്രാതുഹു. ഷഷ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം അവൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മാതുഹു, പിതുഹു, നാമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന അതേ ഇതിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഭ്രാതുഹു എന്നുള്ളതും പറയേണ്ടത്. 9ാമത്തെ ചോദ്യം, ഛാദയാമാസ ലകാരഹ കഹ? ഛാദയാമാസ എന്നതിൻ്റെ ലകാരം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പാഠഭാഗങ്ങളിൽ ഇപ്പോൾ 8, 6, 5, 6 നമ്മൾ പഠിക്കാത്ത ഒരു ലകാരമാണ് ലിട്ട് എന്ന് പറയുന്ന ലകാരം. അപ്പോൾ ആ ലകാരം എവിടെ വരുന്നുണ്ട്? 3ാമത്തെ പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാക്ക് നമ്മൾക്ക് എപ്പോഴും ഓർമ്മ വരണം. ഛാദയാമാസ എന്നുള്ളത് ലിട്ട് എന്നുള്ളതാണ് എന്നുള്ളത് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിയേ, ഷഡ്വിംശത്യധിക ദ്വിസഹസ്രം സംഖ്യാലിഖത. സംഖ്യ ഏതാണ്? ഷഡ്വിംശത്യധിക ദ്വിസഹസ്രം. അപ്പോൾ സംസ്കൃതത്തിൽ നമ്മൾ സംഖ്യ കണ്ടുപിടിക്കണം. നമുക്കറിയാം, പറയുമ്പോൾ ഇങ്ങനെ വായിക്കുന്നെങ്കിൽ പോലും സംഖ്യ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഇടത്തോട്ട് എഴുതി വരണം. അപ്പോൾ ഷഡ്വിംശതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഷഡ് 6, വിംശതി 20. അപ്പോൾ 2ഉം 6ഉം എഴുതി. അത് കഴിഞ്ഞാൽ ദ്വിസഹസ്രം 2000. അപ്പോൾ ഇവിടെ 0, 2. അപ്പോൾ 2026 എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? ഉത്തരം വരേണ്ടത്. അതേതാണ്? സി ആണ്. ഓക്കെ, അടുത്ത് അനുചിത ഗണം ചിത്വാലിക്കത്. വീണ്ടും പറയുന്നു, അനുചിതമായ ഗ്രൂപ്പ് എടുത്ത് എഴുതുക. നമ്മൾ നേരത്തെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു ഉചിതമായത് കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു. ഇവിടെയും വീണ്ടും അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അനുചിതമാണെന്ന് മാത്രം. കാളിദാസഹ അഭിജ്ഞാന ശാകുന്തളം. കാളിദാസൻ എഴുതിയതാണെന്ത്? അഭിജ്ഞാന ശാകുന്തളം. അത് അനുചിതമാണോ? അല്ല. ഭാസഹ ഉത്തരരാമചരിതം. തെറ്റാണല്ലേ? ഉത്തരരാമചരിതം എഴുതിയതാരാണ്? ഭവഭൂതിയാണ്. ഓക്കെ. വാൽമീകി രാമായണം. അത് ശരിയാണ്. വ്യാസഹ മഹാഭാരതം. അപ്പോൾ ഏത് മാത്രമാണ് തെറ്റ്? ബി, ഉത്തരരാമചരിതം എന്നുള്ളതാണ് തെറ്റ്. ഓക്കെ, അത് ടിക്കിടാം. അടുത്തതോ 12. അഹം സംസ്കൃതം പഠതി ത്വം വിദ്യാലയം ഗച്ഛാമി. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നുള്ളതാണ് എഴുതേണ്ടത്. അഹം സംസ്കൃതം പഠതി. നമുക്കറിയാം, അഹം എന്ന് കർത്താവാക്ക് വരുമ്പോൾ പഠാമി എന്ന് പ്രയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അഹം പഠാമി എന്നാണ് വരാറ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ എന്താണ്? ത്വം വിദ്യാലയം ഗച്ഛാമി. ഗച്ഛാമി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അഹം വരുമ്പോൾ മാത്രമേ പറയാൻ പാടുള്ളൂ. മീ എന്നുള്ള ലെറ്റർ പ്രയോഗിക്കുമ്പോൾ ത്വം വരുമ്പോൾ സി ആണ് വരേണ്ടത്. ത്വം വിദ്യാലയം ഗച്ഛസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുന്നത് ഏതാണ്? 1, 2 അസാധു. കണ്ടോ? അടുത്തത് വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിൽ വന്നിരിക്കുകയാണ്. സ്ട്രൈറ്റ് ചോദ്യമാണ്. മാനിനാം മരണാത് ഭയാനകം കിം? മാനിനാം തു പാരതന്ത്ര്യം, മാനിനാം തു മരണാച്ച ഭയാനകം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ പാരതന്ത്ര്യം എന്നുള്ളത് എടുത്തെഴുതുക. വയം മൂഷകം ദ്രഷ്ടും ഡാഷ്. നമ്മളിവിടെ നേരത്തെ കണ്ടതിൻ്റെ മറ്റൊരു രൂപമാണ്. വയം എന്ന് വരുമ്പോൾ ഏതാണ് പ്രയോഗിക്കേണ്ടത്? ഗച്ഛാമി, ഗച്ഛാമഹ, ഗച്ഛാവഹ, ഗച്ഛന്തി. ഏതാണ് പ്രയോഗിക്കേണ്ടത്? ഗച്ഛാമഹ എന്നുള്ളതാണ് പ്രയോഗിക്കേണ്ടത്. അതും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പ്രയോഗിക്കുക. അത് വാസുദേവൻ പോറ്റി മഹോദയസ് ജന്മസ്ഥലം. ഇത് ഇപ്പോഴത്തെ CM കിഡ്സ് നമുക്ക് വരാൻ സാധ്യതയില്ല. കാരണം 8 പാഠങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 9ാമത്തെ പാഠം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരില്ല. എങ്കിലും പറയാം, അദ്ദേഹം ജനിച്ചത്, വാസുദേവൻ പോറ്റി മഹാശയം ജനിച്ചത് കോക്കട ഗ്രാമത്തിലാണ്. അതിൽ ചെമ്പഴന്തി വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ ജനിച്ച സ്ഥലം കൂടി എഴുതിയിട്ടുണ്ട്. അതുകൂടി പറഞ്ഞു പോകാം. ചെമ്പഴന്തി ആരുടെ ജന്മസ്ഥലമാണ്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മസ്ഥലമാണ്. കാലടി ശ്രീ ശങ്കരാചാര്യൻ്റെ ജന്മസ്ഥലമാണ്. കോക്കട ഗ്രാമം വാസുദേവൻ പോറ്റി മഹാശയൻ്റെയാണ്. വെങ്ങാനൂരോ? അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ്. അപ്പോൾ അതുകൂടി ഓർമ്മ വയ്ക്കുക. മറ്റേതെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചോദ്യപേപ്പറാണ് KSTA നമുക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. വളരെ ഉപകാരപ്രദമായ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പുതിയ രീതിയിൽ മാതൃകയിൽ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഈ ചോദ്യപേപ്പറും നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടുത്തി എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും, ഈ കാണുന്ന എല്ലാ കുട്ടികൾക്കും CM കിഡ്സ് സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.